ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 102 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 അവസാനിച്ചു. ഇനി രണ്ടാം ഘട്ടം കേരളത്തിൽ ഉൾപ്പെടെ ഈ വരുന്ന വെള്ളിയാഴ്ച ഏപ്രിൽ 26 നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ എന്താണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത്, ആർക്ക് അനുകൂലമാണ് ഈ ഒന്നാം ഘട്ടം എന്ന് പരിശോധിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരും നിരീക്ഷകന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 2019 നിന്ന് വിഭിന്നമായി ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ 2014-ലും 2019-ലും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം രാജ്യത്തുണ്ടായിരുന്നു. അത് ഓരോ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പുകളിലും അത് സുവ്യക്തമായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10% വോട്ടിംഗ് ശതമാനത്തിൽ കുറവ്, ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതിൽ 10% കുറവാണ് 2014-നെയും 2019-നെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ 2024 ഉണ്ടായിട്ടുള്ളത്. ഞാൻ മറ്റൊരു താരം കൂടി പറയാം. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കാടലക്കുള്ള പ്രചരണം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ റാഫേൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചൗക്കിദാർ ചോറ് തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിപ്പെടുത്തി ഒരു BJP വിരുദ്ധ ഗവൺമെൻറ് വരുമോ എന്ന തോന്നൽ പ്രചരണങ്ങളിൽ തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ BJP വിജയം ഉറപ്പിച്ചു എന്ന് അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. കാരണം ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു BJPക്ക് അനുകൂലമായി ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു തരംഗം ഉണ്ടാകുന്ന രീതിയിൽ ആളുകൾ ഇറങ്ങി വന്ന് പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം 2019 ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ഘട്ടം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ BJP പ്രാവശ്യം വരും, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി വലിയ തരംഗമുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ 2024 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതിൽ രാജസ്ഥാനിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പെടുന്നുണ്ട്. UP-യിലെ 7 മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. അവിടുത്തെ വെസ്റ്റേൺ UP-യിൽ മുസാഫർ നഗർ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ രാജസ്ഥാനിലെ 8 മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പൂർണ്ണമായി നടന്നു. അങ്ങനെ പ്രത്യേകിച്ചിട്ട് UP-യിലും രാജസ്ഥാനിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരിക്കുന്നു. അതിൽ നിന്ന് പൊതുവായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്, കഴിഞ്ഞ തവണത്തെ പോലെ ഒരു BJP അനുകൂല തരംഗം, ഒരു വേവ് ഇല്ല എന്നാണ്. ജനങ്ങളങ്ങനെ BJPക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെയും താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് BJPക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 ആദ്യത്തെ 2 ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞോട് കൂടിയിട്ട് BJP ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJPക്ക് നെഞ്ചെടുപ്പേറിയിരിക്കുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു തരംഗം ദൃശ്യമാകുന്നില്ല എന്ന തോന്നൽ അവർക്കുണ്ടായിട്ടുണ്ട്. അവരതിൻ്റെ ബേജാറിലാണ്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് അവരുടെ അവസാനത്തെ പൊടിക്കൈകൾ? വർഗീയതയാണോ? വർഗീയതൊക്കെ ഓൾറെഡി പറയുന്നുണ്ട്. എന്നാൽ പോലും അതിൻ്റെ അങ്ങേയറ്റം ഒരുപക്ഷെ കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 10% മൊത്തം പോളിംഗ് ശതമാനത്തിൻ്റെ 10% കുറവാണ്. അത് BJPക്ക് എതിരായ ഒരു വികാരം ഉള്ളതുകൊണ്ട് അത്തരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ BJPയുടെ പെട്ടിയിലേക്ക് വീഴാവുന്ന വോട്ടുകൾ പലതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ പല സംസ്ഥാനങ്ങളിലും ചെറിയ വോട്ടുകൾക്ക് തോറ്റ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഈ UP-യിൽ രജപുത്ത് വിഭാഗത്തിൻ്റെ പ്രതിഷേധം, അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിലനിൽക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾ, അവിടുത്തെ സച്ചിൻ പൈലറ്റിൻ്റെ ഗുജ്ജാർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എടുക്കുള്ള BJPയോടുള്ള എതിർപ്പ്, അതോടൊപ്പം UP-യിൽ ഉൾപ്പെടെ ഈ UP-യിൽ ജാട്ട് കർഷകർ ഉള്ള മേഖലകളുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ കർഷകർ BJPക്ക് എതിരാണ്. അപ്പോൾ മൊത്തത്തിൽ BJPയോട് താല്പര്യമില്ലാത്ത നിരവധിയായിട്ടുള്ള വിഭാഗങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അതൊന്നും മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിയ സംഭവങ്ങളാണ്. മുഖ്യധാര മാധ്യമങ്ങൾ മുക്കാൻ വേണ്ടി നടക്കുന്നത് കൊണ്ടും അവർ മോഡിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്നത് കൊണ്ടും പലതും നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 102 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ BJPയുടെ നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ട്. രണ്ടാം ഘട്ടം കൂടി 3 ഘട്ടം, ആദ്യത്തെ 3 ഘട്ടം കഴിയുന്നതോട് കൂടിയിട്ട് നമുക്കൊരു ചെറിയ രീതിയിലുള്ള പിക്ചർ നമുക്ക് വ്യക്തമാവും. പക്ഷെ ആദ്യഘട്ടം NDAക്ക് ചെറിയ രീതിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അത് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം അവരുടെ പത്രസമ്മേളനങ്ങളിൽ, പ്രസംഗങ്ങളിൽ അവരുടെ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി കുറേ കൂടി ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക്